നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വം ചുമതലയേറ്റിരിക്കുകയാണ്. അധ്യക്ഷനായി ഒ.ജെ. ജനീഷും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും സ്ഥാനമേറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു വിമർശനം അതുപോലെ തന്നെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ച സ്ഥാനങ്ങളിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും ചടങ്ങിനെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗവും ഇന്ന് ചേരും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഫാനു ചിപ്പ് തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെയാണ് വൈസ് പ്രസിഡന്റായിരുന്ന ജനീഷിനെ അധ്യക്ഷനാക്കിയത്. അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാത്തതിൽ ഐ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ്. എങ്കിലും സ്ഥാനാരോഹണമൊക്കെ നടന്നിരിക്കുകയാണ്. അമ്മയുടെ സഞ്ചയന ചടങ്ങായതിനാൽ രമേശ് ചെന്നിത്തലയും കൊല്ലത്ത് RSPയുടെ അടക്കം പരിപാടികളായതിനാൽ പ്രതിപക്ഷ നേതാവും ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ചും ആലോചിക്കും. കേരളത്തിലെ തെരുവുകളിൽ സമാനതകളില്ലാത്ത പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്ന് സംഘടനയുടെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. മുഴുവൻ നേതൃനിരയും ചേർത്ത് നിർത്തി സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങളിലൂടെ സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു ജനീഷിന്റെ പ്രതികരണം. സർക്കാരിനെതിരെ ജനം തങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഭരണമാറ്റമാണ്. ഈ സർക്കാരിന് ഇനിയൊരു തുടർച്ചയുണ്ടാകാതെ ഇരിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളായിരിക്കും ഞങ്ങളെ നയിക്കുന്നത് എന്നും ജനീഷ് പ്രതികരിക്കുകയുണ്ടായി. മുൻഗാമിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ജനീഷിന്റെ പ്രതികരണം നോക്കാം. സെലക്റ്റീവായ സമരങ്ങളും സെലക്റ്റീവായ പ്രതിഷേധങ്ങളും മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാനും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് തനിക്ക് പറയാനുള്ളതെന്നും ജനീഷ് പ്രതികരിക്കുകയുണ്ടായി. പാർട്ടിക്ക് പുറത്താണെങ്കിലും രാഹുൽ മണ്ഡലത്തിൽ സജീവമാകണമെന്ന് തന്നെയാണ് അഭിപ്രായം. പാർട്ടി ആ വിഷയത്തിൽ നടപടിയെടുത്തത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ കഴിയുന്ന നടപടി എന്ന നിലയിലാണ്. അത് അവിടെ കഴിഞ്ഞു. MLA എന്ന നിലയിൽ സജീവമാകുക എന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ജനീഷ് പ്രതികരിക്കുകയുണ്ടായി. സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പല പേരുകൾ ചർച്ച ചെയ്തെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃനിരയിൽ നിൽക്കുന്നവരെ തന്നെ പരിഗണിച്ചാണ് പുതിയൊരു ടീമിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒറ്റക്കെട്ടായി പോകാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. തങ്ങളിൽ ആർക്കും തന്നെ ഒറ്റക്കെട്ടില്ലാത്ത പ്രവണത ഇല്ല. ഞങ്ങൾ എല്ലാവരും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജനിച്ചു വളർന്നവരും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നും പ്രതിസന്ധികൾ അതിജീവിച്ചും വന്നവരുമാണ്. ഞങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകമെന്നത് പാർട്ടിയുടെ ത്രിവർണ്ണ പതാകയാണ്. ഒരു ടീമായി മുന്നോട്ട് നയിക്കുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. 1.5 മാസത്തോളം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഒ.ജെ. ജനീഷിനെ ദേശീയ നേതൃത്വം നിയമിച്ചത്. തിരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള പൊട്ടിത്തെറി അത് ഒഴിവാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് മറ്റുള്ള നിയമനങ്ങൾ നടത്തിയത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ബിനു ചുള്ളിൽ വർക്കിംഗ് പ്രസിഡന്റായി, KM അഭിജിത്തും അബിൻ വർക്കിയും ദേശീയ സെക്രട്ടറിമാരായി. അധ്യക്ഷൻ പാതി വഴിയിൽ രാജിവെക്കുന്നത് പുതിയ അധ്യക്ഷ നിയമനത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ഇത്തരമൊരു ഫോർമുല പരീക്ഷിക്കുന്നതും യൂത്ത് കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവി നടപ്പിലാക്കുന്നത്. ദേശീയ സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾക്കൊപ്പം നിയമസഭാ സീറ്റ് കൂടിയാണ് അധ്യക്ഷ പദം കിട്ടാത്തവർക്ക് അനൗദ്യോഗികമായി കിട്ടിയ ഉറപ്പ്. ബിനു ചുള്ളിയിൽ, ഒ.ജെ. ജനീഷ് എന്നിവരുടെ പേരുകൾ ദേശീയ തലത്തിൽ പരിഗണിച്ചപ്പോഴും അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. ദേശീയ സെക്രട്ടറിയായി 2 മാസം മുൻപ് നിയമിതനായ ബിനു ചുള്ളിയലിനെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെയുള്ള അഭ്യൂഹങ്ങൾ. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കാനാകില്ല എന്നായിരുന്നു അബിൻ അനുകൂലികളുടെ നിലപാട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർക്കിയെ പ്രസിഡന്റാക്കുക എന്നതായിരുന്നു സ്വാഭാവിക നീതി എന്നായിരുന്നു വാദം. ഇല്ലെങ്കിൽ സംഘടനയിൽ കൂട്ടരാജിയും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. KM അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം A ഗ്രൂപ്പിൽ ശക്തമായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നത് ന്യൂനതയായി മാറി. ഒടുവിൽ അഭിജിത്തിനെ ദേശീയ സെക്രട്ടറിയാക്കി. അബിന്റെ അത്രയും വോട്ട് പിടിച്ചില്ലെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്കായിരുന്നു ജനീഷിന്റെ മത്സരം. ഇതോടെയാണ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജനീഷിന് നറുക്ക് വീണത്. KC വേണുഗോപാലുമായുള്ള അടുപ്പവും സഹായമായി മാറിയെന്നാണ് വിലയിരുത്തൽ. പാർട്ടി പിന്നാക്കം നിൽക്കുന്ന BJPക്ക് വേരോട്ടമുള്ള തൃശൂരിൽ നിന്ന് ഒരു നേതാവ് വരട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന്റെ ചിന്ത. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കവും ചില കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു.
തൃശൂർ സ്വദേശിയായ ജനീഷ് KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ KSU പ്രസിഡന്റായിരുന്നു. 2007 KSU മാള നിയോജക മണ്ഡലം പ്രസിഡന്റായും 2012 KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി. 2017 KSU തൃശൂർ ജില്ലാ പ്രസിഡന്റായി. 2010 മുതൽ 2012 വരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു. 2020-2023 വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിനു പിന്നാലെ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി വന്നത് നേരത്തെ വാർത്തകളായിരുന്നു. യൂത്ത് കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകരും എല്ലാ പദവിക്കും അർഹരാണ്, മതേതരത്വം മുറുകെ പിടിക്കുന്നവരാണ് എല്ലാവരും. ക്രിസ്ത്യാനിയായ ഇത് പ്രശ്നമാണോ എന്ന് അറിയില്ലെന്നും പാർട്ടി അങ്ങനെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല എന്നും അബിൻ പറഞ്ഞിരുന്നു. പാർട്ടി എന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത് മാത്രമാണ് ചെയ്തത്. പേരിനൊപ്പം കോൺഗ്രസ് എന്നുകൂടി വരുമ്പോഴേ ഒരു മേൽവിലാസം ഉണ്ടാകുകയുള്ളൂ എന്നാണ് കരുതുന്നത്. ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. പാർട്ടി സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ പോയി, കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അതെല്ലാം ചെയ്തു. കേരളത്തിൽ പ്രവർത്തനം തുടരാനാണ് ആഗ്രഹിച്ചിരുന്നത്. നേതാക്കളോട് കേരളത്തിൽ തുടരാൻ അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടി വിവിധ ഘടകങ്ങൾ പരിശോധിച്ചെടുത്ത തീരുമാനമാണ്. തീരുമാനം വന്നപ്പോൾ തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിൽ ഈ സുപ്രധാന സമയത്ത് തുടരാൻ അവസരം കിട്ടണമെന്നാണ് ആഗ്രഹം. പിണറായി വിജയനെതിരെ പോരാടാനാണ് താല്പര്യം. പാർട്ടി എടുത്ത തീരുമാനം തെറ്റായി എന്ന് പറയുന്നില്ല. താല്പര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാർട്ടി എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കും. കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സ്ഥാനമല്ല പ്രശ്നം. ഒരു സ്ഥാനമില്ലെങ്കിലും സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനായി അടികൊള്ളാൻ താൻ ഇവിടെ ഉണ്ടാകും. ഒരു പോസ്റ്റ് കിട്ടിയില്ല എന്നോർത്തോ കിട്ടിയെന്ന് ഓർത്തോ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യില്ല. തന്റെ പാർട്ടി എന്താണോ കൽപ്പിച്ചു തരുന്നത് അത് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിറവേറ്റാൻ മാത്രമാണ് ശ്രമിക്കുക. താനൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയോട് അഭ്യർത്ഥിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും തനിക്കുണ്ട്. പാർട്ടിയെ ചലഞ്ച് ചെയ്യുകയല്ല, അഭ്യർത്ഥിക്കുക മാത്രമാണ് എന്നും അബിൻ വർക്കിയും പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.